നമസ്കാരം. BJP നേതാക്കളായ അനിൽ ആന്റണിക്കും കെ സുരേന്ദ്രനുമെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ദല്ലാൽ നന്ദകുമാർ എന്ന TG നന്ദകുമാർ. വിഗ്രഹമോഷ്ടാവ് കാട്ടുകള്ളൻ പരാമർശങ്ങൾക്കെതിരെയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. പരാമർശങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് TG നന്ദകുമാറിന്റെ ആവശ്യം. ഇല്ലെങ്കിൽ 25 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെടുന്നുണ്ട്. തന്നെ തോൽപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ ഒടുവിൽ ക്രിമിനലായ നന്ദകുമാറിനെ ഇറക്കിയെന്നായിരുന്നു അനിൽ ആന്റണിയുടെ ആരോപണം. സ്വന്തം വീട്ടിൽ മോഷണം നടത്തിയ ആളാണ് നന്ദകുമാർ. 12 വർഷം മുമ്പ് നന്ദകുമാറിനെ കണ്ടിട്ടുണ്ട്. നന്ദകുമാറിനെ പരിചയപ്പെടുത്തിയത് PJ കുര്യനാണെന്നാണ് അനിൽ ആന്റണി പറഞ്ഞത്. കേന്ദ്രത്തിൽ UPA സർക്കാർ കാലത്ത് CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് അനിൽ ആന്റണി തന്റെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങിയെന്ന് നന്ദകുമാർ ആരോപിച്ചിരുന്നു. താൻ ജൂനിയർ ദല്ലാൾ ആണെന്നും അനിൽ ആന്റണി അതിലും വലിയ ദല്ലാൾ ആണെന്നും അടക്കമുള്ള ആരോപണങ്ങൾ അനിൽ ആന്റണിക്കെതിരെ നന്ദകുമാർ നടത്തിയിരുന്നു. ഇതിനെതിരെ പ്രതികരിക്കവെയാണ് നന്ദകുമാർ വിഗ്രഹം മോഷ്ടിച്ചുവെന്നും കാട്ടുകള്ളൻ ആണെന്നതും അടക്കമുള്ള ആരോപണങ്ങൾ അനിൽ ആന്റണിയും കെ സുരേന്ദ്രനും നടത്തിയത്. ഏപ്രിൽ 9-നാണ് അനിൽ ആന്റണി വലിയ അഴിമതിക്കാരനാണെന്ന് ആരോപിച്ച് ദല്ലാൽ നന്ദകുമാർ രംഗത്തെത്തിയത്. ഒന്നാം UPA സർക്കാരിന്റെ അവസാന കാലത്തും രണ്ടാം UPA കാലത്തും ഡൽഹിയിലെ അറിയപ്പെടുന്ന ബ്രോക്കറായിരുന്നു അനിൽ ആന്റണി എന്നായിരുന്നു ആരോപണം. പിതാവിനെ ഉപയോഗിച്ച് വിലപേശി തന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെന്നും ദല്ലാൽ നന്ദകുമാർ ആരോപിച്ചിരുന്നു. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിനായി അനിൽ ആന്റണി 25 ലക്ഷം രൂപ തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെന്നായിരുന്നു ആരോപണം. PT തോമസ് ഇടപെട്ടാണ് പണം നൽകിയത്. താൻ പറയുന്ന അഭിഭാഷകനെ CBI സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിക്കണമെന്നാവശ്യപ്പെട്ടാണ് അനിൽ ആന്റണിക്ക് പണം നൽകിയത്. എന്നാൽ നിയമനം വന്നപ്പോൾ മറ്റൊരാളെയാണ് നിയമിച്ചതെന്നും നന്ദകുമാർ ആരോപിച്ചിരുന്നു. തനിക്ക് പണം തിരിച്ചു നൽകാൻ PJ കുര്യനും PT തോമസും ഇടപെട്ടിരുന്നു. PJ കുര്യൻ ഇടനിലക്കാരനായി നിന്നാണ് തന്റെ പണം തിരികെ കിട്ടിയത്. 2014-ൽ NDA സർക്കാർ വന്നപ്പോൾ CBIക്ക് താൻ പരാതി നൽകാനിരുന്നതായിരുന്നു. PJ കുര്യൻ തന്നെ തടഞ്ഞു. അന്ന് പണം തിരികെ ലഭിച്ചതുകൊണ്ടാണ് പരാതി നൽകാതിരുന്നത്. ഈ വിഷയത്തിൽ പത്തനംതിട്ടയിൽ സ്വന്തം ചിലവിൽ സംവാദത്തിന് തയ്യാറാണെന്ന് വരെ നന്ദകുമാർ പറഞ്ഞിരുന്നു. 2013 ഏപ്രിൽ ഡൽഹി അശോക ഹോട്ടലിൽ വെച്ചാണ് പണം കൈമാറിയതെന്ന് നന്ദകുമാർ ആരോപിച്ചു. CBI ഡയറക്ടർ എന്ന രഞ്ജിത്ത് സിൻഹയ്ക്ക് കൈമാറാനാണ് അനിലിന് പണം കൊടുത്തത്. എന്നാൽ നിയമനം ലഭിക്കാതെ വന്നതോടെ പണം തിരികെ നൽകാൻ അനിൽ തയ്യാറായില്ല. ഒടുവിൽ PJ കുര്യനോടും PT തോമസിനോടും പറഞ്ഞ് അവർ ഇടപെട്ടാണ് 5 ഗഡുക്കളായി പണം ലഭിച്ചത്. NDA മന്ത്രിസഭ വന്നപ്പോൾ പരാതി കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. ആ വേളയിൽ PJ കുര്യനാണ് പിന്തിരിപ്പിച്ചത്. രഞ്ജിത്ത് സിൻഹയുടെ നിയമനത്തിലും അനിൽ ആന്റണിക്ക് പങ്കുണ്ട്. UPA സർക്കാരിന്റെ കാലത്ത് ഡൽഹിയിൽ ഒബ്രോയ് ഹോട്ടൽ കേന്ദ്രീകരിച്ച് അറിയുന്ന ദല്ലാളായിരുന്നു അനിൽ. AK ആന്റണിയുടെ ഔദ്യോഗിക വസതിയിലെ ഓഫീസിൽ നിന്ന് ആയുധ ഡീലുകളുടെ രേഖകൾ ഉൾപ്പെടെ പുറത്തുവിട്ടു. ആന്റണിയുടെ വീട്ടിൽ വെച്ചും അനിൽ ഇടപാടുകൾ നടത്തി. ഈ വിഷയത്തിൽ അന്വേഷണം തുടങ്ങിയപ്പോഴാണ് പിടിക്കപ്പെടാതിരിക്കാനായി BJPയിൽ ചേർന്നതെന്നായിരുന്നു നന്ദകുമാറിന്റെ ആക്ഷേപം. നന്ദി.